ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പം യേശുവിൻ്റെ ആ കൃപ കാശ് കൊടുത്താൽ മേടിക്കാൻ കിട്ടിട്ടോ. നമ്മളെ യേശുമ്പരാൻ ദൈവരാജ്യത്തിലാക്കാനാണ് വന്നേക്കണേ. ആ ദൈവരാജ്യത്തിലെ ഈ സംഭവങ്ങളെല്ലാം ഉള്ളൂ. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ചരിത്രപുരുഷനാട്ടോ. ഞാൻ ക്രിസ്ത്യാനിയുടെ കാര്യമൊന്നും അല്ല പറയണേ. നമ്മൾ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ക്രിസ്തു വർഷം ഫോളോ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ക്രിസ്തു ആരാന്ന് പഠിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ പറയണ പോലെ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് ചെന്നിരിക്കുമ്പോൾ ഞാൻ യേശുവിനെ അറിയില്ല, ഞാൻ ഇന്ന ജാതിയായിരുന്നു പറഞ്ഞാൽ നീ എൻ്റെ ചരിത്ര പുരുഷൻ യേശു ക്രിസ്തു പറഞ്ഞത് നീ എന്തുകൊണ്ട് അറിഞ്ഞില്ല? നിനക്ക് വേണ്ട ബുദ്ധിയൊക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ദൈവം ചോദിക്കും കേട്ടോ. അപ്പോൾ പ്രശ്നമാവും. 1 തിമോത്തിയോസ് 2:5-6 പറയുക, ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അപ്പം നമുക്ക് വേണ്ടി മരിക്കാൻ ഒരേ ഒരു ദൈവം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ, യേശു ക്രിസ്തു. ഒരു പാപവും ചെയ്യാത്ത യേശു ക്രിസ്തു, പിതാവായ ദൈവത്തിൻ്റെ മകൻ, പിതാവ് പറഞ്ഞത് വന്ന് അറിയിക്കാൻ വന്നവൻ, ഒരു പാപവും ചെയ്യാത്ത യേശു ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ആ പരിശുദ്ധാത്മാവിനാൽ അവരെ അനുഗ്രഹിക്കണേ. ആ പരിശുദ്ധാത്മാവ് അവർ സകല സത്യത്തിലും വഴി നടത്തും. അങ്ങനെ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് എന്ന ദൈവാത്മാവ് നമ്മളിൽ വസിച്ച് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പാ പിതാവേ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചാൽ മതി, നമ്മുടെ ജീവിതം മാറി മറിയും കേട്ടോ. എൻ്റെ മാറി മറിഞ്ഞ കാര്യമാട്ടോ ഞാൻ ഈ പറയണേ. അപ്പോൾ ഇന്ന് എൻ്റെ പേപ്പർ സിൽക്ക്, ക്രഷ്ഡ് പേപ്പർ സിൽക്കിൻ്റെ കഴിഞ്ഞ തവണ പ്ലെയിൻ ഇട്ടായിരുന്നു. അപ്പോൾ പ്ലെയിൻ കിട്ടിയില്ല. ഈ തവണ രസകരമായിട്ട് ഇതൊരു വർക്കാട്ടോ. ഒരു ഗോൾഡൻ ഇങ്ങനെ കുത്തു പോലെ വർക്കുണ്ട്. ഇതൊരു വർക്കാണ്. ഇങ്ങനെ മാന്തിയാലൊന്നും പോരുമില്ല കേട്ടോ. ഞാൻ മാന്തിയൊക്കെ നോക്കി. ഇത് ക്രഷ്ഡാണ്. ഭയങ്കര രസമുള്ള കളേഴ്സൊക്കെ ആട്ടോ ഇതിൻ്റെ. നല്ലൊരു സംഭവം ആട്ടോ. നമുക്കിതിൻ്റെ ഒരു ബ്ലൗസും ഇത് ഇട്ടിട്ട് ഒരു ആൻറ്റിക് മാലയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗ്രാൻഡ് ലുക്കായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യണതനുസരിച്ചാണ്. നിങ്ങൾ നോക്കി ഇങ്ങനെ അംബാനി കല്യാണത്തിനൊക്കെ ഇങ്ങനെ ബേജും അതും ഇതൊക്കെ അവർ ഒത്തിരി ലക്ഷങ്ങളുടെ ആയിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ മെറ്റീരിയലൊക്കെ കാണുമ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റൂലേന്ന് നമുക്ക് തോന്നൂലേ. ബ്ലൗസോടെ ഇടുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും. പൗഡർ ബ്ലൂ ആണ്, സൂപ്പർ പേസ്റ്റ് കളറാണ്. റേറ്റ് 250 ഉള്ളൂ. പെട്ടെന്ന് എടുത്തു. ഫുൾ വർക്കാട്ടോ. അടുത്തത് യെല്ലോ, പച്ച കൂടി യെല്ലോ ആണ്. ഈ യെല്ലോയുടെ കളറാണ് ഒറിജിനൽ യെല്ലോ. ഒറിജിനൽ യെല്ലോ 250. ബ്ലൗസും അത് തന്നെ എടുത്താൽ മതി. അടുത്തത് അതിൽ അടിപൊളി, എല്ലാം അടിപൊളി കളേഴ്സാട്ടോ. അടിപൊളി കളേഴ്സാണ്. ലൈലാക്ക് എല്ലാം സൂപ്പർ ഹിറ്റാണ്. നമുക്ക് ഇങ്ങനെ ക്ലോസ് നെക്ക് ബ്ലൗസൊക്കെ ഒരു ഹാങ്ങിങ് കമ്മലിട്ടാൽ മതി. ഒരു വർക്ക് ഇതിൽ വർക്ക് ആവശ്യത്തിനുണ്ട്. ടാസിൽസ് എന്തെങ്കിലും സാരിയുടെ അരികത്ത് പിടിപ്പിച്ചാൽ മതി. ഇപ്പോൾ ഒത്തിരി പേര് ന്യൂജൻ പിള്ളേരെല്ലാം സാരി ഇങ്ങനെ റണ്ണിങ് എടുത്തല്ലേ. ഇതിൻ്റെ കൂടെ അത് ഇടുമോ? ആ കൊച്ചു സാരി എടുത്തത്. ഈ തവണ കുഞ്ഞുവിനോട് ഞാൻ പറയുന്നത് ഈ സൈസ് വല്ല സാരി എടുത്താൽ മതി എന്ന്. കഴിഞ്ഞ തവണ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അല്ല, നമ്മുടെ അടുത്തല്ലായിരുന്നു കേട്ടോ, ചേച്ചിയുടെ ഏതാണ്ട് സാരി എടുത്തോണ്ട് പോയതാണ്. അപ്പോൾ ഇവിടെ കാണാവുന്ന റണ്ണിങ്ങുള്ളപ്പം റണ്ണിങ് മുറിച്ച് സാരിയാക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും കേരള സാരി അപ്പടി റണ്ണിങ് മുറിച്ചല്ലേ. ഞാൻ കേരള സാരി തോണ വല്ല വെറൈറ്റി 1-2 പീസ് എടുത്താലേ ഉള്ളൂ. കഴിഞ്ഞ തവണയും കേരള സാരിക്ക് ഡിമാൻഡിലായിരുന്നു. ഈ പീസുകളായിരുന്നു അപ്പടി മുറിഞ്ഞു പോയത്. ഇതിൻ്റെ നമ്മുടെ കസ്റ്റമർ വെച്ചിട്ട് തന്നേക്കണ ഫോട്ടോ ഇടാം കേട്ടോ. അതുകൊണ്ട് ഇത് അപ്പടിയും തീരും. എന്ത് ഭംഗിയാണ്. കൈക്ക് ലൈനിങ് ഇല്ലാണ്ട് ഇതിന് എത്രയായിരുന്നു? 110 കേട്ടോ. അതിന് വേണമെങ്കിൽ എനിക്കിഷ്ടം ഇത് തന്നെയാണ് കേട്ടോ. ഞാൻ ബേജിൻ്റെ ആളായത് കാരണം എനിക്ക് സെയിം ഇഷ്ടം. വേണമെങ്കിൽ ഇങ്ങനത്തെ ഒത്തിരി കളേഴ്സ് കോൺട്രാസ്റ്റ് നിങ്ങൾ പറഞ്ഞാൽ മതി. ഏത് കളർ വേണമെങ്കിലും പിള്ളേർ ഇട്ട് തരും. ഇതിന് എത്രയായിരുന്നു? ഇത് 399 കേട്ടോ. ബ്ലൗസ് പീസിന് എടുക്കാം. ഇത് നോക്കിക്കേ. സ്കേർട്ട്, ബ്ലൗസ്. ഇതിന് ഗോൾഡൻ ബ്ലൗസ് ഏതെങ്കിലും പറ്റില്ലേ? ഗോൾഡൻ്റെ ആ പ്ലെയിൻ അല്ല അല്ലേ, ഈ കളറല്ലേ? അതെ, സ്കേർട്ട് ബ്ലൗസിനൊക്കെ പറ്റുവേ. സാരിക്ക് സ്കേർട്ട് ബ്ലൗസ്. ഇത് ബ്ലൗസ് ആക്കാം. ഇത് സ്കേർട്ട് ആക്കാം. ഇത് റേറ്റ് ഇത് 99 ഉള്ളേ. ഇത് 190. പിന്നെ വെൽവെറ്റിൻ്റെ ബ്ലൗസ് ഉണ്ട്, വെൽവെറ്റൊക്കെ ഉണ്ട്.
അപ്പോൾ ഇത് 99 രൂപയുള്ളൂ കേട്ടോ. വൈറ്റിൽ ഗോൾഡൻ. ഇപ്പോൾ ഒരു കഴിഞ്ഞ വർഷം ഇത് തന്നെയല്ലായിരുന്നു ഫാഷൻ. ഇനി ഇത് ഇപ്പോൾ ഈ അംബാനി കല്യാണം വന്നപ്പോൾ അപ്പടിയും ബേജും ഇത് വൈറ്റും ഗോൾഡനുമായി. ഇത് ഒത്തിരി നാൾ പറഞ്ഞിട്ട് കിട്ടിയ സാരി കേട്ടോ. ഇത് നല്ല രസം. സാരിക്കോ കുർത്തയ്ക്കോ ചുരിദാറിനോ ഫ്രോക്കിനൊക്കെ ഇതേ ഉണ്ടോ, ഉള്ളിൽ കട്ട് വർക്കും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ സംഭവം. ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് എടുത്തോ. 299 299. ടോപ്പടിക്കാൻ സാരിക്ക് വൈറ്റ് സാരി ഇങ്ങനെ വർക്കുള്ളതൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമല്ലേ. പെട്ടെന്ന് എടുത്തോ. ജോർജറ്റിലാട്ടോ, കട്ട് വർക്ക് അതിൻ്റെ ഇടയ്ക്ക് കൂടിയുള്ള കാരണം 299. ഇത് സ്കേർട്ടും ബ്ലൗസും ഒക്കെ തയ്ക്കാട്ടോ. ഇതിന് എത്ര? 150. ഇത് 150 ആട്ടോ. ഇത് 130. അടിപൊളി സംഭവമാണ്. പെട്ടെന്ന് എടുത്തോ. ബനാറസിൻ്റെ ചെക്കിൽ മുന്തിരി കളർ. ഇത് കുറേശ്ശേ ഉണ്ടായിട്ടുള്ളൂ. ഇതിന് ബ്ലൗസായിട്ട് റെഡ് ഉപയോഗിക്കാം. ഇത് 150 അല്ലേ? 150. ഇത് 130 സ്ലബ്. അടിപൊളി സംഭവമായിട്ട്, അടിപൊളി. പെട്ടെന്ന് എടുത്തോ. നമ്മൾ ഓണം ഒന്നും കിട്ടില്ല കേട്ടോ. അത്രയും അടിപൊളി സംഭവങ്ങളൊന്നും കിട്ടില്ല. ബ്രാസോ ലുക്കുള്ള മെറ്റീരിയലാട്ടോ. നല്ലൊരു ജോർജറ്റിൽ ഒരു ഇങ്ങനെ ഇതുപോലെ ബ്രാസോ വർക്കുമായിട്ട് സൂപ്പർ സംഭവം. എന്നാ വില? 180 കേട്ടോ. സാരിക്ക് സ്കേർട്ട് ബ്ലൗസ് സാരി ലാച്ച ഒക്കെ നല്ലതാണ്. 180. ഇത് ഒത്തിരി നല്ലതാണേ. 390. ഇത് 390 ആട്ടോ. ഡയബിളാണ്. നമുക്ക് വേണമെങ്കിൽ ഡൈ ചെയ്യാം. ഈ ബേജ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ബ്ലൗസായിട്ട് ഏതാണ്ട് നമ്മൾ പറഞ്ഞ എടുത്ത് വെച്ചായിരുന്നോ? ആ കളറല്ല, മറ്റേ വേറൊരു കളർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അത് ചെയ്തില്ലേ? ഇല്ലേ, ചെയ്തു. അതാണ് ചേർന്നത്. ഇച്ചിരി കളർ അധികം. ഇങ്ങനത്തെ ഇത് വേണമെങ്കിൽ ബ്ലൗസായിട്ട് യൂസ് ചെയ്യാൻ വില 190 കേട്ടോ. അല്ലെങ്കിൽ സെയിം ഈ ബോർഡർ ഇല്ലാണ്ട് സെയിം ബ്ലൗസ് ഇട്ടാൽ മതി. സാരിക്കൊക്കെ ഒത്തിരി നല്ലതാട്ടോ. ഗ്രാൻഡ് സംഭവമാണ്. പിന്നെ നമ്മളൊരു ബേജിൻ്റെ ഇങ്ങനെ 170 ഒരു മെറ്റീരിയൽ എടുത്തില്ലായിരുന്നോ? ഇച്ചിരി ഗ്ലോ ഉള്ള. അതായാലും പറ്റില്ല ഇതിന്. ഇതെങ്ങനെയും പറ്റും. ചേരില്ലേ? ഇത് ചേരില്ലെന്നോ കേട്ടോ. ഞാൻ ചേരുമെന്ന് ഓർത്താം. അപ്പോൾ ഇതിന് എത്രയായിരുന്നു? 390. ഇത് ഡൈ ചെയ്യണതാട്ടോ. നമുക്ക് ഇങ്ങനെ ഫങ്ഷനൊക്കെ ബനാറസ് സാരി ഈ കളറ് നമ്മളിങ്ങനെ കുറേ നാൾ ഉടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഡൈ ചെയ്തതുള്ളൂ. നമുക്ക് തയ്ച്ച ചുരിദാർ വരെ പിന്നെയും കൊണ്ടുപോയി ഡൈ ചെയ്യാം കേട്ടോ. പേടിക്കണ്ട. ചുരിദാറായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഈ കളറിൽ ഒരു ഫങ്ഷൻ ഉപയോഗിച്ചിട്ട് പിന്നെ ഡൈ ചെയ്താൽ മതി. 399 ഉള്ളൂ. ഇത് കഴിഞ്ഞ ഓണം കൊണ്ടുകൊണ്ട് പെട്ടെന്ന് തീർന്ന സംഭവമാണ്. ഏതിനെല്ലാം മിക്സ് ചെയ്ത് കാണിച്ചാൽ പോരല്ലോ. അതെ. ഇത് പല പല ബ്ലൗസൊക്കെ നമുക്ക് ഇപ്പോൾ കേരള സാരി ഇങ്ങനെ ബ്ലാക്ക് ബ്ലൗസ് അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെത്ര? 220. ഇത് ബ്ലൂമിങ് ജോർജറ്റ് ആട്ടോ. 99. ഇതിങ്ങനെ രണ്ടും കൂടെ പറ്റുവേ. സാരി ബ്ലൗസ്. ഇത് സാരി ആക്കുക, ഇത് ബ്ലൗസ് ആക്കുക. പിന്നെ നമ്മൾ കാണിക്കണ ഏതിനേലും ബ്ലൗസായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതും അതുപോലെ 220. നമ്മൾ പണ്ട് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പിന്നെയും വന്നാട്ടോ. ഓണമായപ്പോൾ പലതിൻ്റെ കൂടെ ബ്ലൗസും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നതല്ലേ.
നല്ല രസമില്ലേ നോക്കി. എന്താ ഈ കളറല്ലേ, അടിപൊളി കളർ. ഇത് പ്ലെയിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാഫ് സാരിയോ അങ്ങനെയൊക്കെ മിക്സ് ആൻഡ് മാച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഈ റെഡിനൊരു ഭയങ്കര അട്രാക്ഷനാണ് മനുഷ്യർക്ക്. ഇത് അതിൻ്റെ അടുത്ത കളർ. അങ്ങോട്ട് നോക്കി. 220 അല്ലേ? പെട്ടെന്ന് എടുത്തോ. വെബ്സൈറ്റിൽ ചാടി എടുക്കുന്നവർ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഓൺലൈനിൽ വാട്സപ്പ് കോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് കോളിൽ 4 പിള്ളേരിക്കുന്നുണ്ട്, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഇതെല്ലാം ഡയബിളാട്ടോ. ഇതിപ്പോൾ ഇതേ ആ ഇൻസ്റ്റയൊക്കെ നോക്കി ഇങ്ങനത്തെ സ്ട്രൈസിൻ്റെ സാരികളേ ഉള്ളൂ. അപ്പോൾ ഇതിന് ബ്ലൗസായിട്ട് ഇതിങ്ങനെ ഇത് ചെയ്യാം കേട്ടോ. ഇത് ഭംഗിയാ. ഇതിനെത്രയായിരുന്നു? ഇത് സാരിക്ക് 190, ഇത് 190 കേട്ടോ. ഈ സ്ട്രൈസ് ഭയങ്കര ഫാഷനാണ് കേട്ടോ. ഇതെത്ര? 2 190 ആട്ടോ. അപ്പോൾ ഡയബിളാണ്. കുറേ നാൾ ഉടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡൈ ചെയ്യാം. അടിപൊളി. ഇത് നസ്രിയ ഇട്ട പടം നിങ്ങളതിൽ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഇട്ടായിരുന്നോ? ഇത് കണ്ടോ, ഇതിൻ്റെ ഏകദേശം നസ്രിയ ഇട്ടേക്കണ ഒരു നസ്രിയ ഈ സാരി കൊടുത്തേക്കണം. ആ യെല്ലോ ബ്ലൗസ് പറ്റില്ലേ? ഇത് യെല്ലോ ബ്ലൗസ് പറ്റില്ലേ? എനിക്ക് തോന്നുന്നു നല്ലതാണ്. ലൈനിങ് ഇല്ലാണ്ടൊക്കെ കൈക്കൊക്കെ എന്നാ കുഴപ്പം? ഞാനിതൊക്കെ ഇതുപോലത്തെ ഓറഞ്ചൊക്കെ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് കൊടുക്കാം. ഇതിനെത്രയായിരിക്കും? 99 അല്ലെങ്കിൽ 110 ആയിരിക്കും അല്ലേ? എന്നാ 110. ഇത് ഭയങ്കര രസമായിരിക്കും കേട്ടോ കൊടുത്താൽ. അല്ലെങ്കിൽ ഈ കളർ ബ്ലൗസും കാണുമായിരിക്കും ഇവിടെ അല്ലേ? ഈ പച്ചയുണ്ട്, ഈ കളർ കാണും. നല്ല രസമായിരിക്കും. ഇത് അതിൻ്റെ വേറെ ഷെയ്ഡ്. ഓർഗൻസയിൽ ഇപ്പോൾ ഈ സൈസ് ഓർഗൻസ, സിൽക്ക് ഓർഗൻസ ഇങ്ങനെ കുഞ്ഞുന് ഒക്കെ ഭയങ്കര രസമാട്ടോ. നല്ല ഒതുങ്ങണ സാരി ആട്ടോ. എനിക്കൊക്കെ പറ്റും, എനിക്കിഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ ഞാനിങ്ങനത്തെ ഓർഗൻസ് എടുക്കാനുള്ള വണ്ണം തോന്നിക്കുന്നു. അത് പക്ഷേ ഇത് കണ്ടോ, ഇതുപോലെ ഒതുങ്ങി കിടക്കണ കണ്ടോ. പിന്നെ വയറ് കണ്ടാലോ എന്നുള്ളൊരു ടെൻഷൻ. ഇച്ചിരി വയറൊക്കെ ആകണ്ടേന്ന് ഓർത്ത്. ഇപ്പോൾ വയറ് കണ്ടാലൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. പിന്നെ എത്രയായിരുന്നു? 190. ഇതേ വൈറ്റ് കളറിൽ ഇതെല്ലാം 190 ആട്ടോ. ഓണമല്ലേ, പെട്ടെന്ന് എടുത്തു. ഒരു അലങ്കാരമായിട്ട് ഗ്ലാമറിലിരിക്കട്ടെ. ഓണത്തിന് അപ്പടി ഏറ്റവും അധികം റണ്ണിങ് മെറ്റീരിയൽ മുറിഞ്ഞു പോകുന്നത് ഓണത്തിനാണ്. പല പല കളറുകളിൽ ഓണം വരുമ്പോഴത്തേനും ഇപ്പോൾ സ്കൂൾ പിള്ളേർക്കൊക്കെ ഇപ്പോഴേ എടുത്തോളൂ. ആ സമയത്ത് തയ്യക്കാരൊന്നും തയ്ച്ച് കിട്ടുമല്ലോ. ഇപ്പം ആണെങ്കിൽ ഓഫ് സീസണല്ലേ, വൃത്തിയായിട്ട് തയ്ച്ച് തരും. അല്ലെങ്കിലും ഇങ്ങനെ ഓണം എടുക്കുമ്പോഴത്തേനും ഒന്നും കിട്ടില്ല കേട്ടോ നല്ലത്. ഏറ്റവും അവസാനം ആകുമ്പോൾ എന്തും ആൾക്കാർ എടുത്തോളൂ എന്ന് പറയാം. അപ്പം നല്ലത് കിട്ടൂല കേട്ടോ. ഇപ്പോഴേ ഏറ്റവും നല്ലത് കിട്ടണം. കിട്ടില്ല പിന്നെ ഇപ്പം എന്താ ചെയ്യണം? നമ്മൾ അന്വേഷിച്ചാലും കിട്ടില്ല. ആദ്യം നല്ലതെല്ലാം പോകും. 190 ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് എടുത്തു. സ്ട്രൈസിൻ്റെ തന്നെ വേറെ കഴിഞ്ഞ തവണ വേറെ സ്ട്രൈസ് കാണിച്ചാൽ അതിന് ഭയങ്കര അടിയായിരുന്നു. ഇതെല്ലാം ഡയബിളാട്ടോ. ഇതിനും ആ ബ്ലൗസ് പീസ് പോലെ ഈ ഷിമ്മർ ഇങ്ങനത്തെ ബ്ലൗസൊക്കെ ഇട്ട് ഇങ്ങനെ എന്ത് ഭംഗിയായിരിക്കും ഓണത്തിന്. ഇതിന് 190 അല്ലേ? 190 ഉള്ളൂ. ഒരു ഗുണമുണ്ട്, ഇതിങ്ങനെ സാരി കൊടുക്കുക, പിന്നെ നമുക്ക് ഇത് ചെയ്യാം. ഇനിയിപ്പോൾ സ്ട്രൈസ് ഒന്നും വേണ്ടാത്തവർക്ക് സാരിക്കത് ഇത് നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി. അതിന് ആ ബ്ലൗസിൻ്റെ എങ്ങനെയാ ഒക്കെ ഈ ബ്ലൗസ് നല്ലതാ കേട്ടോ. അതെ അല്ലേ? 270 ആട്ടോ ഇതിന്. 270 ആട്ടോ. ഇതെല്ലാം ഡൈ ചെയ്യാൻ പറ്റിയതാട്ടോ. ലാച്ച സ്കേർട്ട്, ബ്ലൗസ്, ഇങ്ങനെ ടോപ്പ്, ആലിയ കട്ട് പോലെ അങ്ങനെയൊക്കെ തയ്ക്കാൻ ഈ സൈസാണ് ഇപ്പോൾ എല്ലാവരും ഫങ്ഷന് എടുക്കണത്. 270 ഉള്ളേ. ഇത് അതിൻ്റെ വേറെ ഒരു ഡയബിൾ മെറ്റീരിയലിന് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പം ഞാൻ എല്ലാത്തിനും ഈ ബ്ലൗസ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അടിപൊളിയാണ്. അവസാനം കാണിച്ചാൽ പോരാ. അവസാനം
ഇത് സാരിക്ക് പറ്റും കേട്ടോ. ഓർഗൻസയിലെ ബോർഡർ ഡിസൈൻ. ഇത് 190 ഇട്ടായിരുന്നതാട്ടോ. ഇത് 2-3 പീസേ ഉള്ളൂ, ആകെ കുറച്ച് മെറ്റീരിയലും ഉള്ളൂ. അത് കാരണം വില കുറച്ചിടുക കേട്ടോ. 130, 130. സാരിക്ക് ഒത്തിരി നല്ല പെയിൻറ്റിങ് ആട്ടോ ഓർഗൻസയിൽ. അടിപൊളി കേട്ടോ. ആഷിൽ 130 ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് എടുത്തോ, ഇപ്പം തന്നെ തീരും. കുറച്ചേ ഉള്ളൂ. അടിപൊളി അടിപൊളി. പെട്ടെന്ന് മുറിച്ചോ. ഇതാ നമുക്കിടെ ഓർഗൻസയിലെ ബുട്ട ഡിസൈൻ ഉള്ളിലൂടെ ഉള്ളത്. കേരള സാരിക്ക് ഒത്തിരി നല്ലതാട്ടോ. ഇത് 190 ആണ്. കുഞ്ഞോന് ഇങ്ങനത്തെ ഏതാ എടുക്കണമെന്ന് അറിയാമല്ലോ. ഇങ്ങനത്തെ വല്ലതും എടുക്കണം എന്ന് ഓർത്തുകൊണ്ടേ ഇരിക്കണം. ഓർഗൻസ കുഞ്ഞോന് ഫുള്ള് ഓർഗൻസയാണ് സാരികൾ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇത് ഡയബിളാട്ടോ, കോട്ടൺ. ഭയങ്കര ഡിമാൻഡാട്ടോ. ഇൻസ്റ്റയൊക്കെ നോക്കി ഇതേ ഉള്ളൂ. ഇതിൻ്റെ സ്ട്രൈസിൻ്റെ ഉണ്ടല്ലോ. ഇതിൻ്റെ സ്ട്രൈസ് കാണിച്ചേ, ആ മേളിലിരിക്കുന്ന സ്ട്രൈസ്. ഇത് അത് ബ്ലൗസ് കൊടുക്കാൻ പാടില്ലേ. ഇത് അത് സാരിക്ക് അപ്പടി മുറിഞ്ഞു. ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പടി സാരിക്ക് മുറിച്ചു പോയെന്നാ പറഞ്ഞത്. ഇതിനെത്രയായിരുന്നു? ഇത് 190 ഇത് 190. വേണമെങ്കിൽ ഇത് സ്കേർട്ട് എടുത്തിട്ട് ഇത് ബ്ലൗസ് ആക്കാം, നേരെ തിരിച്ചാക്കാം. എങ്ങനെ വേണേലും നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ആലിയ കട്ട് പോലെ കുർത്തയൊക്കെ തയ്ക്കാൻ ഇൻസ്റ്റ എടുത്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ ഒത്തിരി കോമ്പിനേഷൻ ഉണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റാണ്. നമ്മൾ പണ്ട് ഓണം വരുമ്പോൾ കേരള സാധനം ഇങ്ങനെ അരിയത്ത് ബോർഡറുള്ളതല്ലായിരുന്നോ? അതൊക്കെ കാലം മാറി. ഇപ്പം ഇങ്ങനത്തെയൊക്കെയാണ്. പുറത്തുനിന്ന് വന്നവരും എല്ലാം ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പടി സാരിക്ക് മുറിയത്. ഇത് നമ്മുടെ ഷാമ്പയിൻ കളറാണോ, ബേജ് കളർ തന്നെയാണ്. ഇതെത്ര? ഇത് 299. ഭയങ്കര രസമല്ലേ. ക്രിസ്പി സിൽക്കാട്ടോ, ബനാറസ് ബുട്ടയായിട്ട്. എത്ര? 299. 299. അതിൻ്റെ കൂടെ നമ്മൾ ഏതോ ബ്ലൗസ് പറഞ്ഞായിരുന്നല്ലോ. ഇതിൻ്റെ കൂടെ ആ മറ്റേ ക്രീമിൽ വെച്ച ബ്ലൗസ് എന്ത് ചെയ്യും? എടുത്തുകൊണ്ട് പോലെ ബ്ലൗസാ. ഇത് ഓണത്തിന് ബ്ലാക്ക് സാരിയൊക്കെ ഉടുക്കൂലേ, ഓണത്തിന് അങ്ങനെ സാരി ആയിട്ട്. ഇത് എത്രയാ? 120 രൂപയുള്ളൂ കേട്ടോ. ഇത് ഭംഗിയാന്ന് നോക്കി. ഈ ഒരു ബ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ ഇടാം കേട്ടോ. ഒരു ബ്ലൗസ് ഇങ്ങനെ ഇട്ട ഒരു ഷിമ്മർ ലുക്കും ഉണ്ട്. ഇത് 120 രൂപയുള്ളൂ. ഇത് 190. അതിന് ഇച്ചിരി ഗോൾഡൻ വേണ്ടേ. ആ ഗോൾഡൻ ബ്ലൗസ് തന്നെ കാണിച്ചേ. ഇത് വേണമായിരിക്കോട്ടെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക്. അതാണോ, ആ ഗോൾഡനാണോ വേണ്ടേ? മറിച്ചാണോ തന്നേക്കണേ? അല്ലേ, നല്ല വശം. അതെ, രണ്ട് ശരിയാണോ? അല്ല, 120 രൂപയുള്ളൂ കേട്ടോ. ഇത് ചേരുവതിന് ഇല്ലേ? ഇതിൻ്റെ ഗോൾഡൻ കളറ് പെട്ടെന്ന് നോക്കിയിട്ട് കിട്ടിയില്ല. ഈ കളർ ഗോൾഡൻ കോമൺ ആയിട്ട് കിട്ടും ടിഷ്യൂല്. ഇത് ബനാറസിൻ്റെ അല്ല, ഇങ്ങനെ സ്ട്രൈസ് പാറ്റേൺ. 299 അല്ലേ? 399. സാരിക്ക് മുറിക്കാനും കുർത്ത സാരികളൊക്കെയാണ് ഏറ്റവും അധികം. സാരി എല്ലാവർക്കും ഒരേ കളറ് ചുരിദാറ്, ടോപ്പ്, ഫ്രോക്ക്, സാരി എല്ലാം കൂടെ കൂടി ഇങ്ങനെ മാമോദീസ, കല്യാണത്തിൻ്റെ തലേദിവസം, ഫങ്ഷൻ, കല്യാണത്തിൻ്റെ എല്ലാം ഏറ്റവും നല്ല സംഭവമാട്ടോ. 299 ഉള്ളൂ. അല്ല, 399 അല്ലേ? വേറെ വേണമെങ്കിൽ ഇത് കണ്ടോ, സാരി രണ്ട് വശവും ബോർഡർ ഉണ്ട്. നമുക്ക് സാരിക്ക് യൂസ് ചെയ്യാം. ഹാഫ് സാരി, സ്കേർട്ട്, ബ്ലൗസ് എല്ലാം യൂസ് ചെയ്യാം. 180 ആയിരുന്നു, 150 ആക്കിയിട്ടുണ്ട് കേട്ടോ. 2 കളറേ ഉള്ളൂ.
3 കളറുണ്ടോ? 150 ആക്കിയിട്ടുണ്ടേ. പെട്ടെന്ന് എടുത്തോ, കഴിഞ്ഞ തവണ ഇങ്ങനെ കുറച്ചിട്ട് അപ്പടിയും പോയി. ഇത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണ വീഡിയോ കാണിച്ച സാധനം കേട്ടോ, കുറയ്ക്കാനൊന്നും സമയമായിട്ടില്ല. 150 കേട്ടോ, നല്ല ബ്ലൂ. വേഗം വേഗം കാണിക്കും. ഉൾക്കാരി കാണിക്കുക. ലൈലാക്ക് വർത്താനം പറയാൻ മൂടില്ലാത്ത വേറെ ഒന്നുമല്ല, ഇച്ചിരി ടയേർഡാ. ഫുഡ് കഴിച്ചതാ, ചിക്കൻ ബോക്സ് കഴിച്ചതാ. വയറിളക്കവും ഛർദിയും പിടിച്ചു എന്ന് തോന്നുന്നത്. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടാകാറില്ല, എന്ത് തിന്നാലും. അങ്ങനെയൊക്കെ വീഡിയോ പറയാവുന്നു. പിന്നെ അസുഖത്തിൻ്റെ കാര്യം പറയാണ്ട് എന്നിട്ട് തന്നെ കാര്യം. നിങ്ങൾ ഓർക്കൂല ഞാൻ ഇങ്ങനെ മൂഡ് ഔട്ടായിട്ടിരിക്കണമെന്ന്. അത് കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവം നമുക്കൊക്കെ ആരോഗ്യം കേട്ടോ ദൈവം തന്ന ഏറ്റവും വലിയ അസറ്റ്. ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാൻ പണിയാം. 150 കേട്ടോ. ആ ഇത് നോക്കിക്കേ, ആ സിൽവറിൻ്റെ എന്ത് ഭംഗിയാന്ന് നോക്കി. 190 അടിപൊളി, സൂപ്പറാട്ടോ. ഇതിൽ വിലയൊന്നും അല്ല കേട്ടോ കാര്യം. ഇതൊക്കെ ഉടുത്തുകൊണ്ട് പോയാൽ വിലയൊന്നും അല്ല കാര്യം. ഇതിൻ്റെ ബ്ലാക്ക് ഷിമ്മറിൻ്റെ പോലത്തെ ഒരു മെറ്റീരിയൽ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതിനൊക്കെ എവിടെയോ ബ്ലാക്ക് ഇങ്ങനെ ഒരു തിളക്കമുള്ള മെറ്റീരിയൽ. പിന്നെ ബ്ലൗസായിട്ട് ബ്ലാക്കോ പിങ്കോ ഒക്കെ ഇടാം. ഇതാ അടുത്തതാ. ആ ഓ അന്നമ്മയ്ക്ക് അത് അന്നേരം ഗോൾഡും സിൽവർ ചേരൂലേ. ഇതാ പിങ്ക്, അതിൻ്റെ പിങ്ക്. ഇത് ശരി കേട്ടോ. ആ എന്നാ ഭംഗി. ഇതിനെത്രയാ? 199. സത്യമാണോ? അന്നമ്മ നോക്കാണ്ടൊക്കെ പറയേണ്ടത്. 20 ഇതിന് 190, ഇത് 199. നല്ല രസമില്ലേ കോമ്പിനേഷൻ? ഇത് അതിൻ്റെ തന്നെ ഗോൾഡൻ കൂടിയത്. ഇതിന് വേണമെങ്കിൽ ഈ ബ്ലൗസൊക്കെ ഇടാം അല്ലേ? അല്ലേ ഇതുള്ളേ ബ്ലാക്ക്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനൊക്കെ ചെയ്യാം. ഞാൻ ബ്ലാക്ക് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ശരിയല്ലേ? അവരെന്നെ പുച്ഛിച്ച് ചിരിക്കണം. നോക്കട്ടെ, അതിൻ്റെ മുറുകുന്നുണ്ടായിരുന്നല്ലോ. തീർന്നോ? 190 ആട്ടോ. കണ്ടല്ലോ, ഇത് സിൽവറും ഗോൾഡനൂടെ മാറി മാറി ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഡയബിളാണ്. ഉടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സ് അടിച്ചാൽ നമുക്ക് ഒന്നുകൂടെ ഡൈ ചെയ്യാൻ പറ്റും കേട്ടോ. സൂപ്പർ സംഭവം കേട്ടോ. ഇത് നമ്മുടെ എന്നും നിൽക്കുന്ന സംഭവം. 299 ഡയബിൾ കോട്ടൺ ആട്ടോ. പക്ഷെ എനിക്ക് ഈ കളർ തന്നെയാണ് ഇഷ്ടം. ഡൈ ചെയ്തിട്ട് കിട്ടണേക്കാളും രസം ഈ കളറിന് ഒരു സ്റ്റാൻഡേർഡ് കളർ കേരള ക്രീമി. അതല്ല കേരള സാരിയുടെ ആ കളറ് എത്രയോ കാലമായിട്ട് കേരളത്തിൻ്റെ ഒരു ബേജ് കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം അല്ലേ? ഈ കളർ നമ്മുടെ സ്വന്തം അല്ലേ? കേരളത്തിൻ്റെ കളറാണിത്. പണ്ട് എവിടെയും ഫംഗ്ഷന് പോകുമ്പോൾ എല്ലാവരും സെറ്റും മുണ്ടും കേരള സാരി ഒറ്റ ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണപ്പെണ്ണ് വരെ കേരള സാരി കൊടുത്ത് ഒരുങ്ങിയിട്ടുണ്ട്, ക്രിസ്ത്യൻസ് വരെ. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബേജ് കളറാണ്. 299. രണ്ടും പല പല ഡിസൈനാട്ടോ. കണ്ടല്ലോ അല്ലേ? ഇനി വേറെ ഇല്ലേ? എന്നാൽ അതുകൂടെ കാണിക്കാം. അതുകൂടെ ഇതും കാണിക്കാത്തയാലോ. ഇത് 199. ഒരു സോഫ്റ്റ് സിൽക്ക് പോലത്തെ മെറ്റീരിയൽ ആട്ടോ. ഇതിനിങ്ങനെ നമുക്ക് സാരിക്ക്, ഇതൊക്കെ സാരിക്ക് യൂസ് ചെയ്യാം കേട്ടോ. സ്കേർട്ട്, ബ്ലൗസ്, സാരി, സ്കേർട്ടിനൊക്കെ ഇങ്ങനെ എടുക്കണതാണ് നല്ലത്. ഇതിനെന്നാ വില? ഇത് 199 രൂപയുള്ളൂ കേട്ടോ. കോട്ടൺ അല്ലാത്ത കാരണമായിരിക്കും.
കോട്ടൺ ആണെങ്കിൽ ഇതിന് 399 വന്നേനെ. പെട്ടെന്ന് എടുത്തോ. കാര്യം എടുത്തില്ലല്ലോ. ഇത് കണ്ടോ, ഇതിൻ്റെ വില കേട്ട ഇപ്പം അപ്പടിയും കൂടെ എടുക്കും കേട്ടോ. എത്ര 50 രൂപയുള്ളൂ. അവർക്ക് വിലയിട്ട് തെറ്റിയതാണോ എനിക്കറിയാൻ പാടും. ഓർഗൻസ ഇത് ബ്ലൗസ് 50 രൂപ കേട്ടോ. നല്ല രസമില്ലേ? ഇനി ചോദിക്കരുത്, ഇത് ഓരോ റോള കിട്ടുള്ളൂ. ഇത് ജോർജറ്റ് കേട്ടോ, 80 രൂപ. ഇത് 50 രൂപ. ഇതിൻ്റെ ബ്ലൗസ് പീസിന് 99 കേട്ടോ. ഞാൻ 50 പറഞ്ഞുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ പ്രശ്നമാകരുത്. ഇത് ഫുൾക്കാരി കോട്ടൺ. ഇത് നമുക്കിടെ എന്നും വിൽക്കണ സംഭവമാണേ. 170. ഈ സമയത്ത് ഇത് ഭയങ്കര ചിലവുള്ളതാണ്. ഈ കളറ് എല്ലാ കളറിനും ഡിമാൻഡാണ്. ഈ കാര്യം ഇത് മാത്രമാണ് കാണിക്കുന്നത്. ജോർജറ്റ് കാണിച്ചിട്ട് കുറേ കാലമായില്ലേ. ഒത്തിരി പേര് ജോർജറ്റ് ചോദിച്ചു വരുന്നുണ്ട്. ബോട്ടിൽ ഗ്രീൻ്റെ ജോർജറ്റ് 90. അടിപൊളി കളറ്. എല്ലാം അടിപൊളി കളേഴ്സാട്ടോ. ഡാർക്ക് കളേഴ്സും ലൈറ്റ് ഷെയ്ഡും ഉണ്ട്. ഈ മഴക്കാലത്തൊക്കെ ടോപ്പോ ഇതൊക്കെ അടിച്ചിട്ട് ഒരു ഷോള്, അടിപൊളി ഷോളുകളൂടെ സെറ്റ് ചെയ്താൽ പോരെ. നല്ലതൊക്കെ സെറ്റ് ചെയ്തോ. ബ്ലൂ. ഇതെല്ലാം എല്ലാവരും ചോദിച്ചത് മാത്രമാട്ടോ ജോർജറ്റ്. മറ്റേ ജോർജറ്റ് എന്തോരം ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അമ്മ കൊറോണ കഴിഞ്ഞപ്പോൾ മുതൽ അയ്യോ ജോർജറ്റ് ഒത്തിരി കാണിച്ചുകൊണ്ടിരുന്നാലേ. 90 കേട്ടോ. ഇച്ചിരി നല്ല ബ്രൈറ്റ് കളറാട്ടോ. മറ്റേ ഫോസ് ജോർജറ്റ് അതൊക്കെ ആണെങ്കിൽ 80 രൂപയായിരുന്നു വരുള്ളൂ. ഇച്ചിരി കളറും ഇതും വ്യത്യാസമുണ്ട്. ഇത് നല്ല ഒനിയൻ പിങ്ക് ആണോ, പേസ്റ്റൽ പീച്ച്. ഇത് റെഡ്. സമയം എത്രേ? 27. കോട്ടൺ ഒന്നും എടുത്ത് വെച്ചില്ലായിരുന്നു അല്ലേ? ഇത് ആ കോട്ടൺ എടുത്തേ. അതിൻ്റെ അപ്പുറം ഇരിക്കണ പ്രിൻ്റ്, അതിൻ്റെ അടിയിലത്തെ പ്രിൻ്റേ. കോട്ടൺ കാണിക്കട്ടെ. കുറച്ചുകൂടെ ഉണ്ടല്ലോ. ഇത് വലിയ പണ്ട് ആ 100 മീറ്ററിൻ്റെ റോളോളം നമ്മൾ എടുത്തതായിരുന്നു കേട്ടോ. ഇത് 60 ഇഞ്ചിൻ്റെ ആട്ടോ. ഇനി അത് ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോയ്ക്ക് നമ്മൾ കാണിച്ചതാണ്. എത്ര ഇതിന് വില? ഇത് 2.5 എടുക്കുന്നതിൻ്റെ സ്ഥലത്ത് 2 എടുത്താൽ മതിയേ. 199 കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ അടിപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ വലിയൊക്കെ ചെയ്യേ. നല്ലൊരു സംഭവമാണ്. വൈറ്റിൽ ഇങ്ങനെ പ്രിൻ്റ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡല്ലേ. ബ്ലാക്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നു. അപ്പോൾ പെട്ടെന്ന് എടുത്തു. ഇത്ര മീറ്റർ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കാണ്ട് ഇത്ര മീറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് 4 വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് കോൾ വിളിക്കുക. 10 മണി മുതൽ 6 മണി വരെ ഓൺലൈൻ പിള്ളേരുണ്ട്. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ. അപ്പോൾ ഇഷ്ടമുള്ള പോലെ ഒക്കെ ചെയ്യുക. അപ്പോൾ ഈ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സൂടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇല്ലാത്തവർ ഇതും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.